ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 27-ാമതിലേക്ക് അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു, സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു അത്രേ. Indeed, he was ill and almost died. But God had mercy on him, and not on him only, but also on me, to spare me sorrow upon sorrow. Hallelujah. Praise God. അപ്പോൾ ഇവിടെ ദീനം പിടിച്ച് കിടന്നവനോട് ദൈവത്തിന് കരുണ തോന്നുക മാത്രമല്ല ചെയ്തത്, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും ദൈവം കരുണ ചെയ്തു എന്ന് വചനം എടുത്തു പറയുന്നു. So this verse is clearly speaking to us that God had, hallelujah, mercy upon the one who was ill, and not only to that person but also to me, to spare me from the soul. ഒരുപക്ഷേ നീ കാലങ്ങളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേൽ ദൈവം ഇതുവരെ നിനക്കൊരു ഉത്തരം അരുളിയിട്ടില്ല എങ്കിൽ, you might have been praying for many years and days and months for one reason, one matter, but you haven't received the answer for that yet. ഒരുപക്ഷേ നീ ഇതുവരെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്രകാരമായിരിക്കാം, അയ്യോ അവൻ ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ അവൻ ആരാധനാലയത്തിൽ കടന്നു വന്നിട്ടില്ല എന്ന്. You might be saying that I have been saying this but it hasn't come into action. അവൻ ഇതുവരെ ദൈവത്തിന് വേണ്ടി താഴ്ത്തി കൊടുത്തിട്ടില്ല എന്ന്. Also he hasn't been submitted to the presence of the Lord. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ അല്ല എന്ന്. Or he may not be the person who prayed at all. പക്ഷേ വചനം പറയുന്നു, അവൻ ദീനമായി മരിപ്പാറായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ കൃപ അവനുമേൽ വ്യാപരിച്ചപ്പോൾ അവൻ സൗഖ്യമായി എന്ന്. But the word is saying that the same person, hallelujah, he was sick and went into death. അത് മാത്രമല്ലത്രേ അവിടെ എടുത്തു പറയുന്നു, ആ വ്യക്തിയെ കുറിച്ച് നീ ഒരു ഭാരത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നിന്നെ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ലത്രേ. But again, if you have prayed for that person at least one time, God will never put you into shame. To honor you, he will heal that person. ആരോടാണ് ദൈവത്തിന് വീണ്ടും ദയ തോന്നിയതെന്ന് മറക്കരുത്. Do not forget that who did God had that ആ mercy. വ്യക്തിയെ കുറിച്ച് ദുഃഖഭാരവുമായി അവന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ബേർഡനായി അത് തലയിൽ എടുത്ത് ചുമന്ന് നടക്കുന്ന ഒരുവനോട് അത്രേ ദൈവം പറയുന്നത്, അവൻ മുഖാന്തരവും അവൻ വെളിപ്പെട്ടു വരുമത്രേ. Amen. Hallelujah. Anyone who's carrying a burden about another person, hallelujah, the person will be healed as well as the one who's carrying the burden. അതൊരു ബേർഡനായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കരയുന്ന ഒരു അമ്മയോ പെങ്ങളോ അപ്പനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഇതിനു മധ്യേ ഉണ്ട് എങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നീ മുഖാന്തരം അവൻ രക്ഷിക്കപ്പെടുമത്രേ. Amen. Hallelujah.